അബൂബക്കർ ശിബിലി തങ്ങളുടെ അയൽവാസി പറയാണ്, ഖബറിൽ മലക്കുകൾ വന്നിട്ട് ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. എൻ്റെ നാവിങ്ങനെ വിറയൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദംബി ശഖ്സിൻ, എൻ്റെ ഖബറിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുന്നു. കാണാൻ നല്ല സൗന്ദര്യമുള്ള അഴകുള്ള ഒരു വ്യക്തിയാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബിയേ. മറുപടി പറഞ്ഞു മനുഷ്യ. ആ മനുഷ്യൻ പറഞ്ഞു തന്ന അതേ മറുപടി ഞാനങ്ങ് കൊടുത്തപ്പോൾ മലക്കുകൾ സന്തോഷം പറഞ്ഞ് തിരിച്ചുപോയി. ഖബറിൽ എനിക്ക് വലിയ വിജയം ലഭിച്ചുപോയി. ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, മന്നന്ത, ഈ നിർണായക സമയത്ത് രക്ഷപ്പെടുത്താൻ വന്ന നിങ്ങളാരാണ്? അനമലക്കുൻ, ഞാനൊരു മലക്കാണ് മനുഷ്യ. ജീവിതത്തിൽ നിങ്ങളെല്ലാ ദിവസവും 100 പ്രാവശ്യം സ്വലാത്ത് പതിവാക്കിയല്ലോ. നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ പതിവായി ചൊല്ലിയ സ്വലാത്ത് സലാം കാരണം അല്ലാഹു പടച്ച മലക്കാണ് ഞാൻ. ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും രക്ഷപ്പെടുത്താൻ, എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു അധികാരപ്പെടുത്തിയ മലക്കാണ് ഞാൻ. നിങ്ങൾ സ്വർഗത്തിലെത്തും വരെ ഞാൻ നിങ്ങളുമായി വേർപിരിയൂല. മുഅ്മിനീങ്ങളെ, ഖബറിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് കേട്ടോ. എല്ലാ ദിവസവും 100 പ്രാവശ്യമെങ്കിലും സ്വലാത്ത് ചൊല്ലുമെന്ന തീരുമാനത്തോടെ ഈ പവിത്രമായ റബീഇലെ രാത്രിയെ നമുക്ക് ധന്യമാക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് തരട്ടെ. സയ്യിദ് ബക്രി റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം, അന്നഹു കാന ഫീ സമാനി അമീരിൽ മുഅ്മിനീൻ ഹാറൂൻ അർ-റഷീദ്. ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരിയുടെ കാലത്ത് ഷാബുൻ ഫിൽ ബസറ, ബസറ എന്ന നാട്ടിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മുസ്രിഫുൻ അലാ നഫ്സിഹി, ഒരുപാട് അക്രമങ്ങൾ ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ആ മനുഷ്യൻ. വകാന അഹ്ലുൽ ബലദി യൻദുറൂന ഇലൈഹി ബിഐനി തഹ്ഖീർ. അദ്ദേഹത്തിൻ്റെ മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ മോശമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ആ ചെറുപ്പക്കാരൻ ഇദാ ഖദിമ ശഹ്റു റബീഉൽ അവ്വൽ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന മാസം കടന്നു വന്നാൽ, വസല സിയാബഹു വതഅത്തറ വതജമ്മൽ വഅമില വലീമതൻ വസ്തഖറഅ ഫീഹാ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചെറുപ്പക്കാരൻ തൻ്റെ വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നു, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്നു, സുഗന്ധം ഉപയോഗിക്കുന്നു, ധാരാളം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം പാചകം ചെയ്ത് അവർക്ക് ആ ഭക്ഷണം വിതരണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം നടത്തുന്നു. വദാമ അലാ ഹാദൽ ഹാലി സമാനൻ തവീല. ആ ചെറുപ്പക്കാരന്റെ ദീർഘകാലത്തെ ജീവിതത്തിൽ ഈ സദുദ്യമം അദ്ദേഹം സന്തോഷത്തോടെ നടത്തുകയുണ്ടായി.
ثم لما مات سمع أهل البلد هاتفا يقول ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ നാട്ടുകാരെല്ലാം ഒരു അശരീരി കേൾക്കുകയാണ്. ഉഹ്ളുറൂ യാ അഹ്ലൽ ബസറ, ബസറക്കാരെ നിങ്ങൾ കടന്നു വരുവീൻ. വഷ്ഹദൂ ജനാസത വലിയ്യിൻ മിൻ ഔലിയാഇല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയിൻ്റെ ജനാസയുടെ സമീപത്തേക്ക് വരുവീൻ. ഫഇന്നഹു അസീസുൻ ഇൻദി, അദ്ദേഹം എൻ്റെ അടുക്കൽ മഹത്വമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടുകാരെല്ലാവരും ആ ചെറുപ്പക്കാരൻ്റെ ജനാസ സന്ദർശിക്കുകയാണ്. ആ ജനാസയുടെ സംസ്കരണ ചടങ്ങുകളിൽ സംബന്ധിക്കുകയാണ്. ഫറഔഹു ഫിൽ മനാം, അദ്ദേഹത്തെ മറമാടിയതിന് ശേഷമുള്ള രാത്രിയിൽ മനാമിൽ അദ്ദേഹത്തെ ആ നാട്ടുകാര് കാണുകയാണ്. നല്ല സ്വർഗീയ വസ്ത്രം അണിയിപ്പിച്ചിട്ടുണ്ട്, നല്ല സ്വർഗീയ കിരീടങ്ങൾ അദ്ദേഹത്തിന് ധരിപ്പിച്ചിട്ടുണ്ട്, ആഭരണങ്ങൾ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്, സ്വർഗീയ സുഖങ്ങളും അനുഭൂതികളും ഉല്ലാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. നാട്ടുകാർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ബിമനിൽ തഹാദിൽ ഫളീല, ഇത്രമേൽ മഹത്വം നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചതാണ്? ഈ ശ്രേഷ്ഠതകൾ നിങ്ങൾക്കെങ്ങനെ ലഭിച്ചതാണ്? നിങ്ങളെ ജീവിതത്തിൽ ഇതിനു മാത്രം നിങ്ങൾ ചെയ്ത സൽക്കർമ്മം എന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി ബി തഅലീമി മൗലിദിൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ മാസത്തെ, തങ്ങളുടെ ജന്മദിനത്തെ ഞാൻ ബഹുമാനിച്ചതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മുസൽമാന്റെ ഹൃദയാന്തരങ്ങളിൽ ആവേശം കടന്നു വരികയാണ്. മുഅ്മിനീങ്ങളുടെ മനസ്സകങ്ങളിൽ ആവേശം മലതല്ലുകയാണ്. കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കും അനുഗ്രഹമായി അയച്ചിട്ടുള്ളത് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് ഈ മാസം അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരാണ് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ തഖ്വയുണ്ട് കേട്ടോ. നമ്മുടെ കൽബകങ്ങളിൽ തഖ്വ നേടാൻ, നമ്മുടെ ഈമാനിന് ശക്തി കൂടാൻ, നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെടാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷം നമ്മൾ ആഘോഷിച്ചേ മതിയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ ഈ മജ്ലിസും ഖബൂലാക്കി തരട്ടെ. ഭൂമിയിൽ എന്നല്ല, ലോകത്തെവിടെയും ആകാശലോകങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മജ്ലിസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന മജ്ലിസ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി, അല്ലാഹുവും അവൻ്റെ മലക്കുകളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അല്ലാഹു പറയുന്നു, മലക്കുകൾ പറയുന്നു എന്നതിൻ്റെ സാരം ഹബീബായ തങ്ങളുടെ ബഹുമാനം, മഹത്വം, മദ്ഹ് കീർത്തനങ്ങൾ അല്ലാഹുവും അവൻ്റെ മലക്കുകളും നിർവഹിക്കുന്നുണ്ട് എന്നതാണ്. ആ ആയത്തിൽ തന്നെ അല്ലാഹ് പറയുകയാണ്, ഓ ഈമാനുള്ള ജനങ്ങളെ, ഈമാനുള്ളവർക്ക് മാത്രമേ ഹബീബായ തങ്ങളെ പറയാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങളും ആ നബി തങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലിക്കോ, അവിടുത്തെ പേരിൽ നിങ്ങൾ സലാം പറഞ്ഞോ. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞത്, നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞോ എന്നാണ്. ഈ വലിയ മഹത്വമുള്ള കാര്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ ഹബീബായ തങ്ങളെ ബഹുമാനം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനുഷ്യോൽപത്തി മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തനങ്ങൾ അല്ലാഹു നടത്തിയിട്ടുണ്ട്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. വലാ ഫഖ്റ, കേവലം വലിപ്പത്തരം പറയുന്നതല്ല. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർളു, ഭൂമിയിൽ നിന്ന് ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്നതും ഞാൻ തന്നെ. ഇത് എൻ്റെ വലിയ കേളി പറയുന്നതല്ല, അഹങ്കാരത്തിൻ്റെ പറച്ചിലല്ല. അന അവ്വലു ശാഫിൻ അവ്വലു മുശഫ്ഫഇ, ഞാനാണ് അള്ളാഹുവിനോട് ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ. അതേ, ഞാൻ തന്നെയാണ് ആദ്യമായി അള്ളാഹു ശുപാർശ സ്വീകരിക്കുന്നവരും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ യദ്ഉ ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ. നാളെ മഹ്ശറില്ലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് മനുഷ്യരെല്ലാവരും കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തങ്ങൾ വരുന്ന സദസ്സാണെങ്കിൽ ഞാൻ വരണ്ടില്ലേനല്ലോ. തങ്ങൾ നല്ല വയത് പറയും. തങ്ങൾ ആദ്യമായി ശുപാർശ ചെയ്യുന്നവനും ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അംബിയ മുർസലീങ്ങളും ശഫാഅത്തുൽ ഉമ്മക്ക് തയ്യാറാകാതെ വരുമ്പോ, എന്താണ് ശഫാഅത്തുൽ ഉമ്മ? മഹ്ശറിൽ അതിഭയാനകത നിറഞ്ഞ രംഗം, ഹിസാബെടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന രംഗം. അവിടെ നിന്ന് പെട്ടെന്ന് ഹിസാബെടുക്കണം. ഈ മഹ്ശറിൽ ഇങ്ങനെയുള്ള നൃത്തം സഹിക്കാൻ കഴിയുന്നില്ല. ഇത് അസഹ്യമായ നൃത്തമാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ
ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയായിന്റെ സമീപത്തേക്ക് മനുഷ്യന്മാര് കടന്നു ചെല്ലുന്ന രംഗമാണത്. ഓ സുഹൃത്തുക്കളെ, അവസാനം എത്തിപ്പെടുന്ന കേന്ദ്രം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് ആ സമയത്ത് വേറെ എവിടേക്കും പറഞ്ഞേക്കുന്നില്ല. അനലഹാ അനലഹാ, ഈ ശഫാഅത്തിന് അധികാരമുള്ള ആള് ഞാൻ തന്നെ. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുകയാണ്. വേഗത്തിൽ അതാ വിചാരണ നടത്തുകയാണ്. ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലോകത്തുള്ള മനുഷ്യരെ, സൃഷ്ടിചരാചരങ്ങളെ ഇത്രമേൽ സ്നേഹിച്ച വേറെ ഒരു നേതാവില്ല. അവിടുത്തെ ഉമ്മത്താകുന്ന എന്നെയും നിങ്ങളെയും എത്രയാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം വെച്ചത്, സ്നേഹിച്ചു പോയത്. പറഞ്ഞ് അവതരിപ്പിക്കാനും ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് അവസാനിപ്പിക്കാനും സാധ്യമല്ല. ആയിഷത്തു തുഹ്റയുടെ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുകയാണ്. പാതിരാത്രിയിൽ ആയിഷ ഉമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ തങ്ങളെ കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അതാ ജന്നത്തുൽ ബഖീൽ തങ്ങൾ നിൽക്കുന്നു. പിറകിലൂടെ ചെന്നപ്പോൾ ഖായിമൻ വഹുവ യഖൂലു യാ റബ്ബി ഉമ്മത്തി, ജന്നത്തുൽ ബഖീൽ ഹബീബായ തങ്ങൾ നിൽക്കുന്നുണ്ട്. ആ നൃത്തത്തിൽ തങ്ങൾ പറയുന്നതെന്താണ്? എൻ്റെ രക്ഷിതാവേ, എൻ്റെ സമുദായം. ശേഷം റുകൂഇലേക്ക് പോകുന്നു. റുകൂഇലും പറയുന്നത് യാ റബ്ബി ഉമ്മത്തി, സുജൂദിലും പറയുന്നത് യാ റബ്ബി ഉമ്മത്തി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയേ അനസീതൽ ഖുർആൻ, ഖുർആൻ ഓതാൻ അവിടുന്ന് മറന്നുപോയോ? അവിടുത്തെ ഉമ്മത്തിനെ കുറിച്ചാണല്ലോ ഖിയാമിലും റുകൂഇലും സുജൂദിലും റബ്ബിനോട് അവിടുന്ന് പറഞ്ഞുകൊണ്ടു നിന്നത്. അവിടുത്തെ ഉമ്മത്തിനോടുള്ള വലിയ സ്നേഹം കാരണത്താൽ അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനോദാൻ അവിടുന്ന് മറന്നുപോയതാണോ? സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് നൽകിയ മറുപടി, അതഅജബീന യാ ആയിഷ, നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ യാ റബ്ബി ഉമ്മത്തി എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട്? ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലത്തോളം അഖൂലു യാ റബ്ബി ഉമ്മത്തി, ആയിഷ, ഞാൻ എൻ്റെ ഉമ്മത്തിനെ കുറിച്ച് റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫഇദാ ദഖൽതുൽ ഖബ്ർ, ഞാൻ എൻ്റെ ഖബറിലേക്ക് പ്രവേശിച്ചാലും അഖൂലു യാ റബ്ബി ഉമ്മത്തി, ഞാൻ എൻ്റെ ഉമ്മത്തിനെ കുറിച്ച് റബ്ബിനെ വിളിച്ച് പറയും ആയിഷ. വഇദാ നുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെട്ടാലും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉമ്മത്തിനെ കുറിച്ചാണ്. അഖൂലു യാ റബ്ബി ഉമ്മത്തി. ഇത് കേവലം വാചക കസർത്ത് മാത്രമല്ല, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫായ ജനാസ അതാ ഹുജ്റത്തു ശരീഫയിൽ ഒരുക്കപ്പെട്ട ഖബറു ശരീഫിലേക്ക് ഇറക്കി വെച്ചപ്പോ ഫുളൈൽ ബിൻ അബ്ബാസ്
ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ ഖബറു ശരീഫിലേക്ക് ഇറങ്ങുകയാണ്. ലോകത്തിൻ്റെ നേതാവിൻ്റെ അധരങ്ങൾ അനങ്ങുന്നു. ഖബറിലെത്തിയ പുന്നാര നബി തങ്ങൾ എന്താണ് പറയുന്നതെന്നറിയാൻ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചെവിട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെവിയിലേക്ക് അതാ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ച് വെച്ചു നോക്കുമ്പോൾ തങ്ങൾ പറയുകയാണ്, യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി. ഈമാനുള്ള ഉമ്മ, റബീന്റെ പവിത്രമായ രാത്രിയിൽ ലോകൈക ഗുരുവിനെ കേൾക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉമ്മത്തിനെ ഇത്രമേൽ സ്നേഹിച്ച വേറെ ഒരു നേതാവില്ല. സ്നേഹത്തിൻ്റെ കരകാണാ കടലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതവും എൻ്റെ വിയോഗവും നിങ്ങൾക്ക് ഖൈറാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ ഉമ്മത്തിന് ദാഹജലം കൊടുക്കാൻ, ഹൗദുൽ കൗസർ വിതരണം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് മുന്നേ നേരത്തെ യാത്രയാവുകയാണ്. നിങ്ങളെ ഞാൻ എൻ്റെ ഹൗദിൻ്റെ പരിസരത്ത് കാത്തിരിക്കുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും കാട്ടണ്ട, താഴോട്ട് പോയപ്പം ബുദ്ധിമുട്ടായി. എല്ലാത്തിലും ഒപ്പിച്ച് പറയാണ്, സമയമില്ലാത്തത് കൊണ്ട് കേട്ടാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് آمنا برسول الله صلاة الله തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പേരുകൾ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പേരാണ് അൽ ഫാത്തിഹ്. പല അർത്ഥങ്ങളും അയിമ്മത്ത് അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അർത്ഥം മന്നാസിർ, ലോകത്തെ മുഴുവനും സഹായിക്കുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമാ. അക്രമിക്കുന്നവനെയും അക്രമം നേരിടുന്നവനെയും നീ സഹായിച്ചോ. അക്രമകാരിയെ സഹായിച്ചോ, അക്രമിക്കപ്പെടുന്നവനെയും സഹായിച്ചോ. ഫൽ മദ്ലൂമു, അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കാൻ നമുക്കറിയാം അതെങ്ങനെയാണ്. തുഖ്ലിസുഹു മിൻ ളാലിമിഹി, അക്രമക്കാരൻ്റെ അക്രമത്തിൽ നിന്ന് അക്രമം നേരിടുന്നവനെ രക്ഷപ്പെടുത്തുക എന്നതാണ്. എന്നാൽ അക്രമിക്കുന്നവനെ സഹായിക്കലോ തഖുദു അലാ യദിഹി വതഇലുഹു വതസ്ജുറഹു, നീ അക്രമകാരിയുടെ കരം പിടിച്ചു വെക്കണം, അവന് നല്ല ഉപദേശം കൊടുക്കണം. അക്രമത്തിൽ നിന്ന് ആ അക്രമിക്കുന്ന മനുഷ്യനെ പിടിച്ചു നിർത്തണം, തടുത്തു നിർത്തണം. ഇങ്ങനെ ലാലിമിനെയും മദ്ലൂമിനെയും നീ സഹായിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രതിസന്ധികളിൽ ഞാനും നിങ്ങളും കുടുങ്ങുമ്പോഴും നമ്മെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകിയവരാണ് അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം റഹ്മാനേ. അവിടുത്തെ ജാഹു ബറക്കത്ത് കൊണ്ട് ഒരു അക്രമത്തിലും ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പോലെയുള്ള മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയപ്പോൾ ഹബീബായ തങ്ങളെ കുറിച്ച് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് എന്ന പദം പ്രയോഗിച്ചതായി കാണാം. വനാസിരിൽ ഹഖ് ബിൽ ഹഖ് എന്ന പ്രയോഗം നടത്തിയതായി കാണാം. ഓ ഉമ്മമാരെ, സ്വലാത്തുൽ ഫാത്തിഹിന്റെ വാചകം നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വനാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഏത് പ്രതിസന്ധിയിലാണോ അകപ്പെട്ടത് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ, ഏത് മുസീബത്തിലാണോ കുടുങ്ങിയത് ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ് പതിവാക്കിക്കോ. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഫത്ഹ് തരും, സഹായം തരും, വിജയം തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാവരും ഈ സദസ്സിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് സ്വീകരിക്കണം. സ്വലാത്തുൽ ഫാത്തിഹ് 33 പ്രാവശ്യം ഈ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലാൻ പറഞ്ഞപ്പോൾ കല്യാണം കഴിയാത്ത പെൺകുട്ടി ആ സ്വലാത്തു ചൊല്ലി. അൽഹംദുലില്ലാഹ്, ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൾക്ക് നല്ല സ്വാലിഹായ ഭർത്താവിനെ സമ്മാനിച്ചു. കല്യാണം നടക്കാത്ത യുവാക്കൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾക്ക് കല്യാണം ഇപ്പോൾ വേണ്ട എന്ന പ്രതികരണമാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മുസീബത്താണത്! പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തൻ്റെ ഇടം എത്തിയാൽ, പ്രായപൂർത്തിയും എത്തിയാൽ വേഗത്തിൽ രക്ഷിതാക്കൾ നിർവഹിച്ചു കൊടുക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് അവരെ കല്യാണം കഴിച്ചയക്കുക എന്നത്. അല്ലാതിരുന്നാൽ ആ മക്കൾ തിന്മയിലേക്കും അരാജകത്വത്തിലേക്കും കൂപ്പുകുത്തും. നമ്മുടെ മക്കൾ ദീനിനെതിരായ വഴിയിൽ സഞ്ചരിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ വിവാഹം കഴിച്ച് അവരുടേതായ വഴിയിൽ അവരെ വളർത്തുന്നിടത്ത് രക്ഷിതാക്കൾ വലിയ ശ്രദ്ധ പുലർത്തണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള എല്ലാ മുഹിബ്ബീങ്ങളെയും ഇന്നും സഹായിക്കുമെന്നതിന് ഇമാമുമാർ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മിസ്ബാഹുൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമത്തുൽ ഇസ്കന്ദരിയ റളിയല്ലാഹു അൻഹ നാട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടു.
നേരെ നാട്ടുകാര് ഹജ്ജിന്റെ സംഘം വരുന്നത് മദീന മുനവ്വറയിലേക്കാണ്. ഫാത്തിമത്തുൽ ഇസ്കന്ദരിയയിൽ കാലിന് വല്ലാതെ നീരിറങ്ങുകയാണ്, വല്ലാതെ വേദനിക്കുകയാണ്. അതാ നാട്ടിൽ നിന്ന് കൂടെ വന്ന ഹാജിമാര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോടൊപ്പം മക്കയിലേക്ക് വരാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് കൂട്ടിന് കൂടെ ആരുമില്ല, നിങ്ങളെ സഹായിക്കാൻ പരിചരിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് നിങ്ങൾ മദീന മുനവ്വറയിൽ നിൽക്കണം. ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാം. ധാരാളം വർഷങ്ങൾ കാത്തുനിന്നിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ലഭിക്കാൻ. ജീവിതത്തിലെ ചിരകാല അഭിലാഷമാണ്. ഫാത്തിമത്തുൽ ഇസ്കന്ദരിയയുടെ മനസ്സ് പൊട്ടുകയാണ്. അല്ലാഹ്, എൻ്റെ ഈ വലിയ അഭിലാഷം പൂവണിയുന്നില്ലല്ലോ, എൻ്റെ ഈ ആശ നിറവേറുന്നില്ലല്ലോ, ഈ വർഷം ഹജ്ജിന് അവസരം ലഭിക്കുന്നില്ലല്ലോ. നാട്ടുകാരെല്ലാം ഫാത്തിമത്തുൽ ഇസ്കന്ദരിയയെ മദീന മുനവ്വറയിൽ അവിടെ തനിച്ചാക്കുകയാണ്. അവര് ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അന്നത്തെ രാത്രിയിൽ ഉറക്കം വരുന്നില്ല. ഫാത്തിമത്തുൽ ഇസ്കന്ദരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹുജറത്തു ശരീഫയുടെ പരിസരത്ത് മസ്ജിദുൻ നബവിയുടെ ഓരത്ത് ഇരുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. നബിയേ, ഞാൻ എൻ്റെ കാലിന് നീരിറങ്ങി വീർത്തിട്ടുണ്ട്, കാല് വേദനിക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാരെന്നെ കൊണ്ടുപോകാതെ മക്കയിലേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ വലിയ സ്വപ്നമാണ് ഒരു ഹജ്ജ് ചെയ്യുക എന്നത്. എന്നെ അവിടുന്നൊന്ന് സഹായിക്കണേ നബിയേ. ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടാക്കി തരണേ നബിയേ. സ്വലാത്ത് സലാമു ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അന്നത്തെ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ മദീന മുനവ്വറയിലെ അൻസാറുകളായ 2 യുവാക്കൾ വരുന്നു. ചോദിക്കുന്നു, ഫാത്തിമത്തുൽ ഇസ്കന്ദരിയ ആരാണ്? ഫാത്തിമ ബീവി പറയുന്നു, ഞാനാണ് ഇസ്കന്ദരിയ നാട്ടുകാരി. നിങ്ങളുടെ കാലിന് വല്ല രോഗങ്ങളുമുണ്ടോ? കാലിന് എനിക്ക് നീരിറങ്ങിയിട്ടുണ്ട്, നല്ല ചോര തടിച്ചു വീർത്തിട്ടുണ്ട്. എൻ്റെ കാൽ കൊണ്ട് ഒരടിയും മുന്നോട്ടെടുത്തു വെക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നാട്ടുകാരെ കൂടെ ഹജ്ജിമാരെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടതാണ്. മദീനയിലെത്തിയപ്പോൾ കാലിങ്ങനെ അസുഖം ബാധിച്ചതാണ്. എന്നെ കൊണ്ടുപോകാതെ നാട്ടുകാര് മക്കത്തേക്ക് പോയപ്പോൾ ഇവിടെ തനിച്ചായതാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാർ ഫാത്തിമത്തുൽ ഇസ്കന്ദരിയയെ തീർച്ചപ്പെടുത്തി വാഹനം കൊണ്ടുവരുന്നു. ആ വാഹനത്തിൽ കയറ്റിയിട്ട് മക്ക മുക്കറമയിലേക്ക് കൊണ്ടുപോവുകയാണ്. യാത്രയെ മധ്യേ ചോദിക്കുകയാണ് ഫാത്തിമത്തുൽ ഇസ്കന്ദരിയ, നിങ്ങളോട് ആരാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രാത്രിയിൽ മനാമിൽ തങ്ങൾ വന്നു നിങ്ങളെ കാണിച്ചു തന്നു. നിങ്ങളെ കാലിൻ്റെ രോഗം കൊണ്ട്
നിങ്ങൾ പ്രയാസത്തിലാണെന്ന് തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളെ മക്കയിലേക്ക് കൊണ്ടുപോകാൻ തങ്ങളെ നിർദ്ദേശമാണ്. സുബ്ഹാനല്ലാഹ്. ഫാത്തിമത്തുൽ ഇസ്കന്ദരിയ പറയുന്നുണ്ട്, ഞാൻ കഅബാലയത്തിലെത്തി, മക്ക മുക്കറമയിലെത്തി. 8 ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് എൻ്റെ നാട്ടുകാര് മക്കയിലെത്തിച്ചേർന്നത്. അൽ മദദു മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.